അതായത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നല്ല നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം. നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ കാണുന്ന ഈ ദൈവം ശരിക്കും ഒരു നല്ല ദൈവമാണോ അല്ലെങ്കിൽ ശരിക്കും ഒരു ദൈവം തന്നെയാണോ എന്നാണ് നമ്മുടെ ചോദ്യം. അതായത് നമ്മൾ പറയുന്നത് ഇന്ന് ബൈബിൾ ബേസ് അപ്പോൾ അതായത് നമ്മൾ ബൈബിളിലൊക്കെ കാണുന്നത് ദൈവം ശരിക്കുമുള്ള ദൈവമാണോ, അത് ഒരു റൂളറാണോ, അതോ അത് ഒരു റൂളർ ഒബ്സസ്ഡ് വിത്ത് കൺട്രോൾ ആൻഡ് വാലിഡേഷൻസ്, അതായത് ശരിക്കും സാത്താനാണോ, വിച്ച് മീൻസ് ഡേവിൾ. അതായത് നമ്മൾ കാണുന്ന അതായത് നമ്മൾ പഴയ നിയമത്തിലൊക്കെ കാണുന്ന ഈ ഡെവിൾസ് ശരിക്കും ചെകുത്താനാണോ, അത് ദൈവമാണോ ശരിക്കും നമ്മളെ എൻലൈറ്റ് ചെയ്തതോ, അതേപോലെ നമ്മളെ ഫസ്റ്റ് വെട്ടം എന്താണെന്ന് കാണിച്ചു തന്നത്. God said, don't eat that fruit from that tree. But Satan or സാത്താൻ ചോദിച്ചു എന്തുകൊണ്ട് തിന്നൂടാന്ന്. അതായത് നമുക്ക് അന്ന് മുതലേ ക്യൂരിയോസിറ്റി ഉണ്ട്. എന്നാൽ പിന്നെ ദൈവത്തിന് നമ്മളെ അങ്ങനെ ഉണ്ടാക്കാതിരുന്നൂടെ, ക്യൂരിയോസിറ്റി ഇല്ലാത്ത രീതിയിൽ. പക്ഷേ ദൈവം നമ്മളോട് പറഞ്ഞു തിന്നരുത്. സാത്താൻ ചോദിച്ചു എന്തുകൊണ്ട് തിന്നൂടാന്ന്. അതായത് ഇവിടെ രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. സാത്താൻ ചോദിച്ചു എന്തുകൊണ്ട് ചെയ്തുകൂടാ, ക്യൂരിയോസിറ്റിക്ക് നമ്മൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചു. ദൈവം നമ്മളോട് വേണ്ട. അതാണ് ഇതിൽ രണ്ടുപേരുടെ പ്രത്യേകത. കാരണം കൺട്രോൾ പോകും. പിന്നെ അടുത്തത്, അതായത് എന്തുകൊണ്ട് ദൈവത്തിന് ഈ മരം ഉണ്ടാക്കാതിരുന്നുകൂടാ. അതായത് ഈ ഒരു മരം, അതായത് ഈ അബ്രഹാമിക് റിലീജിയൻ്റെ കാര്യമാണ്. നിങ്ങളിപ്പോൾ ഹിന്ദു ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. അതായത് ഈ കഥ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് റിലീജിയൻ ആണെങ്കിലും, അബ്രഹാമിക് റിലീജിയൻ, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി. അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാവരും ഒരേ കാര്യം തന്നെയാണ്. ഈ സംഭവം തുടക്കം, അതായത് ആദവും ഈവും, ഇതാണ് നമ്മളെല്ലാവരുടെയും പൂർവികരായിട്ടാണ് ഈ അബ്രഹാമിക് റിലീജിയസ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത്, അതായത് എന്തുകൊണ്ട് why God placed that fruit, അതായത് ആ മരം, ട്രീ, why in the middle. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചോദിക്കുന്നത് അതാണ് കാര്യം. അതായത് എന്തുകൊണ്ടാണ് അതവിടെ വിട്ടത്, അതവിടെ വെക്കാതിരുന്നാൽ പോരായിരുന്നു. അതിവിടെ വെച്ചത് കൊണ്ടല്ലേ അവർ തിന്നത്. അപ്പോൾ അതിന് ഉത്തരവുണ്ട് ഇവർക്കല്ലെങ്കിൽ നമുക്ക് അതിനുത്തരം പറയാം. അതായത് പറഞ്ഞുകൊണ്ടിരിക്കുക, അതായത് അതായത് ശരിക്കും ഈ ഏദൻ തോട്ടത്തിൻ്റെ ചാവിയല്ല ശരിക്കും പറഞ്ഞാൽ. അതൊരു ട്രാപ്പാണ്, ഒരു സ്പിരിച്വൽ ട്രാപ്പാണ്. അതായത് ഒരു സ്പിരിച്വൽ കേജാണ്. ദൈവം ഉണ്ടാക്കിയൊരു സ്പിരിച്വൽ ഗെയിമാണ് മനുഷ്യനെ വെച്ചേക്കുന്നത്. ഈ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അതൊരു കീ ആണ്. ആ കീ ഹാൻഡ് ഓവർ ചെയ്തത് നമുക്കാരാ, നമ്മുടെ സൈത്താൻ അല്ലെങ്കിൽ സാത്താൻ. അപ്പോൾ ശരിക്കും ഇവിടെ നമുക്ക് നോളജ് ലഭിക്കുകയാണ് ചെയ്തത്. അതായത് ഈ ഫ്രൂട്ട് കഴിക്കുന്ന വഴി നമുക്ക് നോളജും, നമുക്ക് ആ ഒരു കേവിയും അല്ലെങ്കിൽ ആ ഒരു കേജിയും നമുക്ക് ഇറങ്ങാൻ പറ്റിയത്. അതായത് ഇവിടെ നമ്മൾ അവേക്കണായി, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ തുടങ്ങി. എങ്ങനെ? നമ്മൾ ഈ പഴം തന്നതിന് ശേഷം. അപ്പോൾ ദൈവത്തിനെ പഴം ഉണ്ടാക്കാതിരുന്നൂടെ. ദൈവം ഒരു കാരുണ്യവാനാണ് എന്നാണ് ദൈവം തന്നെ പറയുന്നത്. പക്ഷേ അതായത് ഒരിക്കലും വൈനോട് ചോദിക്കരുത്. പക്ഷെ കാരുണ്യവാനാണ് ദൈവം. നമുക്ക് ചാവി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ദൈവത്തെ എതിർക്കുമ്പോഴാണ് നമുക്ക് ഫ്രീഡം കിട്ടുക. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. പിന്നെ അതായത് ജിനോസ്റ്റിക്, അതായത് ഇൻ്റർപ്രിട്ടേഷൻ, അത് പറയുന്നത്, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ സാർപ്പൺ ഒരു വില്ലനല്ല, പക്ഷെ ഒരു ലിബറേറ്ററാണ്. അതായത് നമ്മൾ പിടിച്ചു വെച്ചേക്കുന്ന ദൈവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവം പിടിച്ചു വെച്ച കേജിയിൽ നമ്മളെ പുറത്തിറക്കിയതാരാ? സാത്ത് അല്ലെങ്കിൽ സാർപ്പൺ. അതായത് ഔവയുടെ അടുത്തോട്ട് വന്നിട്ട്, മോളെ ഈ പഴം തിന്നുക, നിങ്ങൾ ദൈവത്തെ പോലെയാവും, നിങ്ങൾ ബുദ്ധിമതിയുള്ള നിങ്ങൾക്ക് വെളിച്ചം കിട്ടും എന്ന് പറഞ്ഞു തന്നത് നമ്മുടെ സാർപ്പണാണ്, ലിബറേറ്ററാണ്. അതായത് ഇവിടെ ഒരു തെറ്റും ചെയ്യുന്നില്ല, അവൻ കൃത്യമായ കാര്യം പറഞ്ഞാണ്. അതാണ് ഇവിടുത്തെ മെയിൻ. ദൈവം പറഞ്ഞ കേജിയിൽ നിന്ന് നമ്മളെ പുറത്തിറക്കി. നമുക്ക് ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാതെ നമ്മളിങ്ങനെ ജീവിക്കുക. ദൈവം നമ്മളൊരു കാര്യം നമുക്ക് നന്മ തിന്മ അറിയത്തില്ല, എത്തിക്സ് അറിയത്തില്ല. നമ്മളിപ്പോൾ ഭാവിയിൽ അവരുടെ പിള്ളേരെ കൊന്നപ്പോൾ നമുക്ക് എത്തിക്സ് അറിയത്തില്ലല്ലോ. നമ്മൾ കൊല്ലുകയെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ കൊന്നു, എത്തിക്സ് ഇല്ല. നമ്മൾ ബോധമില്ലാത്ത ഒരാളെ കുത്തിക്കൊന്നാൽ ഒരു പ്രശ്നവുമില്ല. സെയിം വേ, അതായത് ഇവിടെ സാർപ്പണാണ് നമ്മളെ ബുദ്ധിയുള്ള ലിബറേറ്ററാക്കി നമ്മൾ ലിബറേറ്റ് ചെയ്തത്. ഇവിടെ നമ്മൾ സാത്താനെ ദൈവത്തെ നമ്മൾ കമ്പയർ ചെയ്യുക. ഈ രണ്ട് പേരിൽ ആരാണ് നല്ലതെന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ പറയും, അതായത് ജോബിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതായത് ജോബിൻ്റെ സാക്രിഫൈസ്, ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്ന ദൈവമുണ്ട്, സാത്താനുമുണ്ട്. അപ്പോൾ സാത്താൻ ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നത് സാത്താൻ നല്ല പുള്ളിയാണ്. പക്ഷേ
സാത്താൻ അത്യാവശ്യം ദൈവത്തെക്കാളും നല്ലവനാണ്. പക്ഷെ അതായത് ഞാൻ എന്തുകൊണ്ടാണ് പൂർണ്ണമായിട്ട് നല്ലവനാണ്, കാരണം നമ്മൾ ജോബിൻ്റെ ലൈഫ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതായത് ദൈവം സാത്താനോട് ചാലഞ്ച് ചെയ്തു, എൻ്റെ ചങ്ങായി ജോബ്, ഈ ചങ്ങായി ഒരിക്കലും എന്നെ തള്ളിപ്പറയത്തില്ലെന്ന്, അത് എന്നെ ഒരിക്കലും ബീട്രേ ചെയ്യലെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ സാത്താൻ എന്ത് ചെയ്തു? അപ്പോൾ നമുക്ക് ചാലഞ്ച് വെക്കാം ദൈവം, നമ്മൾ അവർ തമ്മിൽ കോമ്പറ്റീഷൻ, മനുഷ്യന്മാരൊക്കെ ബെറ്റ് വെക്കത്തില്ലേ, അതേപോലെ നീ എന്നെ വേണം ചെയ്തു സാത്താനെ, അവൻ എന്നെ ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അതായത് എന്നെ ഒരിക്കലും അവൻ വെറുക്കത്തില്ലെന്ന് പറഞ്ഞു. അതായത് അവൻ എന്ത് ചെയ്തു? അപ്പോൾ സാത്താൻ ക്രൂരനാണ്. സാത്താൻ ജസ്റ്റ് ചാലഞ്ച് ആയിട്ടാണ് കരുതിയത്. സാത്താന് ഫീലിംഗ് ഒന്നുമില്ല, കാരണം സാത്താൻ അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ സാത്താൻ ജസ്റ്റ് ഇവനെ ഉപദ്രവിച്ചു തുടങ്ങി. ഇതാണ് മെയിൻ ഐഡിയ. അതായത് അപ്പോൾ സാത്താൻ നല്ലവനാണോ വെച്ചാൽ കുഴപ്പമില്ല, കാരണം ദൈവം പറഞ്ഞിട്ടാണ്, ദൈവം അലോ ചെയ്തു, എൻ്റെ മനുഷ്യനെ ഉപദ്രവിച്ചു, എൻ്റെ ക്രിയേഷനായ മനുഷ്യനെ നിങ്ങൾ ഉപദ്രവിച്ചു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ദൈവമല്ല ഇവിടെ നീചൻ, കാരണം ദൈവമല്ല ഇവിടെ എന്താ കാണിച്ചേ? ജോബിനെ ഉപദ്രവിച്ചോ, ജോബിനെ ഉപദ്രവിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാത്താൻ പൂർണ്ണമായിട്ട് നല്ലവനല്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് വഴി എനിക്ക് തന്നെ തോന്നി, അതായത് ഓക്കെ സാത്താൻ നല്ലവനാണ്, സാത്താനാണ് ദൈവത്തെക്കാളും നല്ലവൻ. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അതായത് നമ്മൾ ലിബറേറ്റ് ചെയ്തവൻ, നമ്മൾക്ക് അറിവ് തന്നവൻ, നമ്മളെ കൂടുതൽ എൻലൈറ്റ് ചെയ്യുന്നവൻ, നമ്മളെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നവൻ, അതൊക്കെ ചോദിച്ചാൽ സാത്താനാണ്. എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നതും അതേപോലെ നമ്മൾ വളരെ ഇരിക്കാനാണ് ദൈവം പഠിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് ദൈവത്തിൻ്റെ കാര്യം എടുത്താൽ അങ്ങനെയല്ല. ദൈവം ഒരു ദൈവത്തിൻ്റെ ജലസി എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് പുറപ്പാടിൻ്റെ പുസ്തകം 20:5 അതായത് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശരിക്കും ഒരു ജലസിയായ ദൈവം കേട്ടോ. എനിക്ക് വളരെയധികം ജലസി ഉണ്ടെന്ന് തന്നെ അയാൾ പറയുന്നുണ്ട്, കൃത്യമായിട്ട് അയാൾ പറയുന്നുണ്ട്, എനിക്ക് ജലസിയുള്ള ദൈവമാണ്, എന്നോട് എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ലോ നിൻ്റെയൊക്കെ കുടുംബം 4 തലമുറയെ നശിപ്പിക്കും എന്നൊക്കെയാണ് ദൈവം പറയുന്നത്. അത്രയ്ക്ക് നല്ലൊരു വ്യക്തിയാണ് ദൈവം. പക്ഷെ സാത്താൻ അതിൻ്റെ ആവശ്യമില്ല, സാത്താൻ ജസ്റ്റ് ജീവിച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കാര്യം, ജലസിയുടെ കാര്യം എടുക്കും. അതായത് സാത്താനിസ്റ്റുകൾ പോലും പറയുന്നത്, അതായത് അവർ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഏത്തിസ്റ്റാണ്, ഓക്കെ, അത് മനസ്സിലാക്കണം. ഓക്കെ, അതായത് സാത്താനിസ്റ്റുകൾ പറയുന്ന അവർക്ക് മിക്ക സാത്താനിസ്റ്റുകളും നമ്മൾ ഈ സിനിമയെ കാണുന്ന പോലെ അല്ല ശരിക്കും. ഇവർ ഈ സാത്താനിൽ പോലും വിശ്വസിക്കുന്നത്, ഈ സാത്താൻ എന്ന് പറഞ്ഞാൽ സിംബോളിക്കായിട്ട് പറയുന്നത് ലിബറേറ്റർ. അതായത് ഇതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. അത് നമ്മൾ വരുന്നവരെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. പക്ഷേ ഇവിടെ നമുക്ക് നോക്കാം, അതായത് നമുക്ക് ദൈവത്തിൻ്റെ കാര്യമുള്ളൂ. ദൈവം ജലസിയുള്ള ഒരാളാണ്. പക്ഷെ സാത്താൻ ജലസിയല്ല, സാത്താൻ അവൻ്റെ അറിവ് പകർന്നു കൊടുക്കുക, അതാണ് സാത്താൻ ചെയ്യുന്നത്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് കാര്യം. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവത്തിനെല്ലാം പിടിച്ചു വെക്കണം, എല്ലായിടത്തും കൺട്രോൾ ചെയ്യണം, ദൈവം പറയുന്നത് കേൾക്കണം. ദൈവം നല്ല ഇൻസെക്യൂരിറ്റി ഉള്ള ആളാണ്. ഇൻസെക്യൂരിറ്റി ഉള്ള കാര്യമാണെന്ന് പറയാൻ കാരണം വേറൊരു ദൈവത്തെ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ ഇഷ്ടപ്പെടത്തില്ല. ദൈവത്തിന് പെട്ടെന്ന് ദേഷ്യം വരും. ദൈവം പറയുന്നത് പെട്ടെന്ന് കേൾക്കണം, ദൈവം പറയുന്നത് എപ്പോഴും വാലിഡേഷൻ വേണം, നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ദൈവത്തോട്. പിന്നെ എപ്പോഴും ദൈവത്തോട് നമ്മളിങ്ങനെ ഇത് നിൽക്കണം. ഇതാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ സാത്താനിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തുകൊണ്ടും സാത്താനാണ് കാരണം സാത്താൻ പറയുന്നത് നമ്മുടെ രീതിയിൽ വളരും, അതായത് നമ്മുടെ രീതിയിൽ നമ്മൾ പോകും, നമ്മൾ ആരാണോ അതേപോലെ ആകുക. പക്ഷെ അതിന് ദൈവത്തിന് അത് പറ്റില്ല. ദൈവത്തിനെല്ലാം ഞാൻ പറയുന്ന റൂൾസ്, ഞാൻ പറയുന്ന രീതി അങ്ങനെ പോകണം. അത് മനസ്സിലായി? ദൈവമാണ്, അതായത് ദൈവം ഒരു ജലസിയായ ദൈവം. പക്ഷെ സാത്താൻ അങ്ങനെയല്ല. അതാണ് ഇപ്പോൾ നമുക്ക് കാണാം. ഇതിനെ നമ്മൾ കമ്പയർ ചെയ്തു, ജലസി അതേപോലെ ദൈവത്തിൻ്റെ നല്ല ക്വാളിറ്റികൾ നമ്മൾ കാണാം. നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ ഹിസ്റ്ററി നമുക്ക് നോക്കാം. അതായത് ദൈവത്തിൻ്റെ പരിപാടികൾ, ദൈവം എന്ത് കാട്ടി? ദൈവം ഫ്ലഡ് ഉണ്ടാക്കി. അതായത് മനുഷ്യൻ തെറ്റ് ചെയ്തു, മനുഷ്യകുലത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി എന്താ പറയുക, ഒരു ജനസോയിഡ് അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? അതായത് ഈ നമ്മൾ പറയും ഒരു ഹ്യൂമാനിറ്റീനെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷികൾ, മൃഗങ്ങൾ എല്ലാത്തിനെയും നശിപ്പിക്കും. അപ്പോൾ ദൈവം എന്താ? ഒരു ക്രൂരനാണ്. ഓക്കെ, അതായത് ക്രൂരനാണത്, വെള്ളത്തിൽ മുക്കിക്കൊന്നു. അതാണ് ദൈവത്തിൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റി, നമ്മളൊരു നല്ല ഡിവൈനായ, അതായത് പക്ഷേ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, ഡിവൈൻ വയലൻസ് ആണത്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അതായത് പിന്നെ അതേപോലെ ഈജിപ്തിലുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുക, ഫസ്റ്റ് ബോൺ. പക്ഷെ നമ്മൾ പുതിയ നിയമത്തിലെടുത്തത് വേറൊരു ദൈവം കേട്ടോ. ഓക്കെ, അപ്പോൾ അതായത് കുഞ്ഞുങ്ങളെ കൊല്ലുക എന്തിനാ? നമ്മുടെ ഇസ്രായേൽക്കാർ വിടുക. അതായത് എന്തെന്നാ കണ്ടോ, ദൈവം അത്ര നല്ലവനായ വ്യക്തിയാണ്. പിന്നെ അതേപോലെ ജോഷുവ കാനാനിലെത്തിയപ്പോൾ എത്ര പേരെ കൊന്നു? ദൈവം പറഞ്ഞു കൊല്ലടാ, പോർക്കുകളെയൊക്കെ കൊല്ലുക, അവന്മാരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ വേറെ സാമുവേലിനോട് പറയും അമാലാക്ക്, ഇവന്മാരെ പോയി കൊല്ലാൻ. ഇതാണ് ഇവരുടെ ദൈവം എന്ന് പറയുന്ന സംഭവമാണ്. അതാണ് ഇപ്പോൾ നമ്മൾ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാത്താനിൻ്റെ ആവശ്യമില്ല കേട്ടോ. സാധാരണ നമ്മളിപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, നമ്മളെ ഉപദ്രവിക്കരുത്.
സോ ഗോ ഇപ്പോഴും പിന്നെ വയലൻസിൻ്റെ കാര്യത്തിലും സാത്താനാണ് മാന്യൻ. ഇനി ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇനിയും ഉണ്ട്. പിന്നെ കോമഡികളുണ്ട്. ഇതേപോലെ നമ്മൾ നോക്കിയാൽ നമുക്ക് ദൈവത്തിൻ്റെ ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് സാത്താൻ എത്രയോ മെച്ചമുള്ള ഒരാളാണ്. പിന്നെ അതേപോലെ നമ്മൾ ഇനി ജീസസിൻ്റെ കാര്യം എടുത്താൽ ജീസസ് അത്യാവശ്യം നല്ലൊരു ദൈവമാണ്. അതായത് ദൈവം എന്ന് മനുഷ്യനാണ്. കാരണം ഇതിൻ്റെ കോമഡിയായ ഒരു കാര്യം, ജീസസിന് എന്തിനാ ശരിക്കും വന്ന് മറ്റേ ക്രോസിലിട്ട്, അതായത് കുരിശിൽ തറച്ച്, സീരിയസ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ജീസസ് പോയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഓരോരുത്തന്മാരെ ചൊറിയലും തെറി പറയലും പള്ളിയിൽ അടിച്ചുണ്ടാക്കൽ, ഇതുണ്ടാക്കല് സ്വന്തം രാജാവെന്ന് പറഞ്ഞ് നടക്കല്. എന്നിട്ട് എന്ത് കാണിക്കും? ഇപ്പം പറയാം ഞാൻ മരിച്ചത് മൊത്തം നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ. നല്ല നല്ല ബുദ്ധിയാണല്ലോ, അടിപൊളി ബുദ്ധിയാണത്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി മരിച്ചതാണ് കേട്ടോ, നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചതാണ്. ഇതാണൊരു വലിയൊരു പ്രത്യേകത ജീസസിൻ്റെ. അത് നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കാൻ വേണ്ടിയാട്ടോ. പാപം വളരെയധികം നല്ലൊരു വ്യക്തി. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം ഈ മറ്റേ ദൈവത്തെക്കാളിലൊക്കെ ഒരുപാട് ദൈവങ്ങളെക്കാളും നല്ലൊരു വ്യക്തിയാണ്. ഓക്കെ, ഒരു നല്ലൊരു ദൈവം. സാത്താൻ നമ്മളെ ജീസസിനെയും പരീക്ഷിച്ചിട്ടുണ്ട്. അതായത് മോനെ നീ എൻ്റെ കാലിലൊന്ന് കുമ്പിട്ടാൽ മതി. അതൊക്കെ സാത്താൻ്റെ ഓരോ നമ്പറുകളാണ്. ചിലപ്പോൾ ജീസസ് അതും ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ ചുമ്മാ അങ്ങനെ പറയാം. അവൻ ജസ്റ്റ് ഫണ്ണ് കാണിക്കുക, ഫണ്ണാണ് അതൊക്കെ, ജസ്റ്റ് ഫണ്ണായിട്ട് എടുക്കുക. കാരണം അവന് കളിയാണ്. കാരണം സാത്താൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു സംഭവം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് സീരിയസ് ആയിട്ട് പറയാം. അതായത് ഈ സാത്താനിസ്റ്റുകൾ, ഇനി നമുക്ക് സാത്താനിസ്റ്റുകളെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. അതായത് ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ സാത്താനിൽ പോലും ഇവർ മിക്ക ആൾക്കാരും ഏത്തിസ്റ്റുകളാണ്. ഇവർ പിന്നെ ഇത് പ്രൊട്ടസ്റ്റ് ചെയ്യുക, അതായത് അതിന് ഈ ഇനിക്വാലിറ്റി ഇങ്ങനത്തെ കാര്യത്തിനെക്കുറിച്ചൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സിമ്പിളായിട്ടാണ് ഈ സാത്താൻ എടുക്കുന്നത്. അതിന് പകരം നമ്മൾ ഈ സിനിമയെ കാണും, അതായത് രക്തം എന്നാ ഒരുത്തിനെ കൊല്ലുക, അത് ഇതാക്കുക, പീഡിപ്പിക്കുക, ഇങ്ങനത്തെ പല സാധനങ്ങളുമായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവരെന്ന് പറഞ്ഞാൽ ഇവർ ഒരു സാധാരണ നമ്മളൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യത്തില്ല, അതിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് ഈ സാത്താൻ എടുക്കുന്നത്. അതായത് അവർക്ക് സ്വർഗവുമില്ല നരകവുമില്ല. പക്ഷെ നമ്മൾ വിശ്വാസികൾക്ക്, ഞാൻ വിശ്വാസിയില്ല, പക്ഷേ വിശ്വാസികൾക്ക് സ്വർഗമുണ്ട് നരകമുണ്ട്. ഓക്കെ, പക്ഷെ ഇവർക്കതൊന്നുമില്ല. ഇവർ ജസ്റ്റ് ഒരു ലൈഫ് ജീവിക്കുക, ഒരു സാധാ പോലെ ജീവിച്ചു പോവുക, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, ആരും ഫോഴ്സ് ചെയ്യുന്നൊരു കാര്യം ചെയ്യാതെ അവരായിട്ട് തന്നെ ജീവിച്ചു പോവുക. ഇതാണ് സിമ്പിളായി പറഞ്ഞത്. അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അതായത് നമ്മൾ മറ്റുള്ളവരെ ഹാം ചെയ്യാതെ ജീവിച്ചു പോവുക. അതാണ് സിമ്പിളായി പറഞ്ഞാൽ അവരുടെ ഒരു ഐഡിയ. പക്ഷെ ദൈവത്തിന് അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു കാര്യം പിടികിട്ടി എന്തുകൊണ്ടാണ് ദൈവം ഒരു കൂറയാണ്, അതുപോലെ ഒരു സാത്താൻ എന്തുകൊണ്ടൊരു നല്ലവനാണ്. ഇനി നമ്മളൊരു അടുത്ത വീഡിയോയിൽ നമ്മൾ സാത്താനിസ്റ്റുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതാണ് കാര്യം. ഓക്കെ.